ഓരോ സ്ഥലത്ത് പോകും. അങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോ അവിടെയുള്ള സംഘാടകർ എന്നോട് പറഞ്ഞു, നല്ല പിരിവ് വേണം. എന്താ പറഞ്ഞത്? നല്ല പിരിവ് വേണം. ഞാൻ പറഞ്ഞു, സദസ്സിൽ നല്ല തരാൻ ആളുകളുണ്ട്, എനിക്കെന്താ ചോദിക്കുന്നത്? നമുക്ക് എന്തോ ചെലവുണ്ടോ? ഞാൻ ചോദിക്കാതെ. അപ്പൊ ഇവര് പറഞ്ഞു, അങ്ങനെ വേണ്ട, ചോദിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾ 4-5 ആളുകൾ റെഡിയാ, ഞങ്ങൾ 10,000, 20,000, 50,000 ഒക്കെ അങ്ങ് പറയൂ. തന്നാ ഞങ്ങൾ തരൂലട്ടോ, പറയും. ഞങ്ങളങ്ങ് പറയും സദസ്സിൽ നിന്ന്. അതൊരു പ്രചോദനായിക്കോട്ടെ ഉസ്താദേ, ഞങ്ങൾക്കൊരു നല്ല സദസ്സിന്റെ ഇടയിൽ വലിയ പൈസ കൊടുക്കുന്ന ആളുകളാകാനും പറ്റും, നിങ്ങൾക്ക് പൈസ കിട്ടാനും കാരണം. ഞാൻ പറഞ്ഞു, എന്നെ അതിന് നോക്കണ്ട, ഞാൻ പേരോടിന്റെ മോനാണ്, എന്നെ അതിന് നോക്കണ്ട. അപ്പയാളെ മറുപടി, ഞങ്ങളെ സ്വന്തത്തിലുണ്ടാക്കിയതല്ല, ഞങ്ങളെ നാട്ടിൽ വയലിന് വന്നൊരു മുസ്ലിയേരി ഞങ്ങളെ പഠിപ്പിച്ച് തന്നതാ, നിങ്ങളെ തരണമെന്നില്ല. വയലിന് വന്ന മൊയ്ലിയാര് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങളെ തരണമെന്നില്ല. വയലിന്റെ സദസ്സിൽ ജോറായിട്ട് തുടക്കത്തിൽ 50,000 പറഞ്ഞു തുടങ്ങിക്കോ, 1 ലക്ഷം പറഞ്ഞു തുടങ്ങിക്കോ. പിന്നെ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും സാരമില്ല, സദസ്സിൽ നിന്ന് ആളുകളങ്ങ് കുറെ അങ്ങ് തരും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊരുത്തപ്പെടണം. അപ്പൊ ആര് പഠിപ്പിച്ചു കൊടുത്തതാ? വയൽ പറയാൻ വന്ന മൊയ്ലിയേരി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അവര് പേര് പറയാൻ നോക്കി. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്തിട്ട് പറയരുത്, ബുദ്ധിമുട്ടിക്കരുത്, ദയവ് ചെയ്തിട്ട് പറയരുത്. കാരണം അയാൾ അറിഞ്ഞതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല, അയാളെ പേര് കിട്ടിയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല, അയാളെ പേര് ഞാൻ എവിടെയും പറയാനില്ല. ഇനി എവിടെയെങ്കിലും വെച്ച് ഞാൻ അയാളെ കാണുമ്പോ എന്റെ മനസ്സിലേക്ക് അത് ഓർമ്മ വരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെയില്ലേ ചില ആളുകള്? ഇതൊന്നുമല്ല കറാമത്ത്. ചില ആളുകൾ മനസ്സിലാക്കി ഇതാണ് കറാമത്ത് എന്നാണ്, ചിലര് മനസ്സിലാക്കിയത് ഇങ്ങനെ അത്ഭുതം കാണിക്കലാണ് കറാമത്ത് എന്നാണ്. വലിയ പിരിവ് കിട്ടുന്ന സഹസായ വലിയ കറാമത്തുള്ള മൊയ്ലിയാരേ, അങ്ങനെയാണോ? അല്ല, കറാമത്ത് എന്ന് പറഞ്ഞാൽ അതല്ല. അതുപോലെ ഫോണിൽ വിളിച്ച് ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കയറി ചെല്ലുമ്പോ തന്നെ, കയറി വരുമ്പോ തന്നെ എന്തൊക്കെയാണ് ആചാര്യ വിശേഷം? വീട്ടിൽ ഭയങ്കര പ്രയാസം അല്ലേ? വീട്ടിൽ ഭയങ്കര വിഷമാണ്, തുടങ്ങിയിട്ട് ഒരു കൊല്ലയായിട്ടുള്ളൂല്ലേ? ഭയങ്കര പറച്ചലാണ്ട്. മൊയ്ലിയാർക്ക് ആര് പറഞ്ഞു കൊടുത്താന്നറിയോ? മുസ്ലിയാർക്ക് ആര് പറഞ്ഞു കൊടുത്താന്നറിയോ? മുസ്ലിയാരടുക്കലേക്ക് അയച്ചൊരു ചങ്ങാതിയുണ്ട്. അയാള് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇയാളുടെ അവസ്ഥ, അപ്പൊ മൊയ്ലിയാർക്കൊന്ന് കറാമത്ത് കാണിക്കണം. വീട്ടിലേക്ക് വരുമ്പോ അയ്യാരോട് ചോദിക്കാണ്, ഒരു കൊല്ലായില്ലേ, ഭയങ്കര വിഷമാണ് അല്ലേ, മോളെ കാര്യം വലിയ ബേജാറല്ലേ, ടെൻഷനാകണ്ട. ഇങ്ങനെ പറയുന്ന ചില ഔലിയാക്കളില്ലേ, ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് ബലിയാണ് എന്ന് വിചാരിച്ച് ഉമ്മമാരെ അത്തരം ആളുകളെ സദസ്സിലേക്ക് പോയി ഇരുന്ന് ഈമാനും നശിപ്പിക്കാൻ പാടില്ല. പറഞ്ഞത് പൂർത്തീകരിക്കാനുള്ള സമയമില്ല, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്.